ശ്രോത്രയോ ഭസ്ത്രികാവാതാത്മാത ശിഖി പ്രതാപിത ബൃഹന്നാരാജവൽദുസ്സഹം ശ്രുത്യൽ ഗാത്രം അഥാവനോ നിപതിതേ മോമുഹ്യമാനേ നൃപേ സദ്യപ്രാപ്യ വിബോധ്യ ചാത്മപിതരം പ്രവാച ധർമാംഗദാ മോഹിന്യഭ്യുദിതം വചനം നിശമ്യ മോഹിനിയിങ്കൽ നിന്ന് അഭ്യുദിതമായിരിക്കുന്ന വചനത്തെ നിശമനം ചെയ്തു. മോഹിനിയിങ്കൽ നിന്നുണ്ടായിട്ടുള്ള വാക്ക് അത് നിശമനം ചെയ്തു. കേട്ട് കഴിഞ്ഞപ്പോഴോ ശുദ്ധ്യൽ ഗാത്രം ശുദ്ധ്യത്തായി തീർന്നു. ശുദ്ധ്യത്താൽ വിയർപ്പോടുകൂടിയതായി തീർന്നു. പറയുമ്പോൾ താമസം ഉണ്ടാവുന്നല്ലാതെ കണ്ട് നിന്നുണ്ടായൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ആ കഠിനഹൃതിയായിട്ടുള്ള വാക്ക് കേൾക്കലും തൻ്റെ പുത്രൻ്റെ കഴുത്ത് തൻ്റെ മടിയിൽ വെച്ച് തൻ്റെ വാരമുണ്ട് തൻ്റെ പ്രിയതം നോക്കിയിരിക്കുമ്പോൾ കഴുത്ത് മുറിക്കുക, അതല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുക, ഇത് രണ്ടും എനിക്ക് ഇഷ്ടം ചെയ്യാത്ത. അങ്ങനെ വന്നപ്പോൾ മോഹിന്യഭ്യുരിതം വചനം നിശമ്യ തശ്രോത്രയോ അദ്ദേഹത്തിൻ്റെ ശ്രോത്രങ്ങൾക്ക് ഭസ്ത്രികാവാദാത്മാതശിഖി പ്രതാപിത ബൃഹന്നാരാജവദ്ദുസ്സഹം. അങ്ങനെ തീർന്നു അദ്ദേഹത്തിന് രണ്ട് ശ്രോത്രങ്ങളെ. ശ്രോത്രപാത്രം എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കാനുള്ള പാത്രം, അതായത് ശബ്ദം കേൾക്കാനുള്ള ഉപകരണം, അതിനാണല്ലോ ചെവി എന്ന് പറയുക. ആ രണ്ട് ചെവികളിലും എങ്ങനെ ഭസ്ത്രികാവാദാത്മാത ശിഖി, ഭസ്ത്രികാവാദത്താൽ ധ്മാതമായിട്ടുള്ള ശിഖി, ഭസ്ത്രിക ഊലയ്ക്ക് വെച്ചിട്ടുള്ള എഴുത്താണി. നാരാജം വെച്ച എഴുത്താണി. ആ എഴുത്താണി രണ്ടെണ്ണം ഒരുമിച്ചെടുത്ത് രണ്ട് കുടില്, ആ രണ്ട് കുടിലുകൊണ്ട് ആ എഴുത്താണി രണ്ടും തീയിലിടുക. തീയിലിട്ടിങ്ങനെ നല്ലോണം ഇങ്ങനെ ചുമന്ന് നിറയി കഴിഞ്ഞാൽ തീയിൻ്റെ വർണ്ണ പോലും ആ രണ്ട് എഴുത്താണി കുറേ കഴിഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ എഴുത്താണി രണ്ടെണ്ണം ഒപ്പം വെച്ച് കഴിഞ്ഞാൽ അതേ ചുവപ്പായി തീരും. അങ്ങനെ ചുവപ്പായി പഴുത്ത് നല്ല കൂർത്തിട്ടുള്ള രണ്ട് എഴുത്താണികൾ രണ്ട് കുടിലുപയോഗിച്ച് പിടിച്ച് ഭസ്ത്രികാവാദാത്മാത ശിഖി പ്രതാപിത ബൃഹന്നാരാജവദ്ദുസ്സഹം രണ്ട് ചെവി കൂടെ ഒരുമിച്ച് ആ കുടിൽ പിടിച്ച് ആ എഴുത്താണികൾ വല്ലാതെ കണ്ട് പഴുപ്പിച്ച് അഗ്നിയിൽ വെച്ച് പഴുപ്പിച്ച് വാദാത്മാദം എന്നൊക്കെ പറയുമ്പോൾ ആ ഊലയ്ക്ക് വെച്ചിട്ടുള്ള ആ വല്ലാതെ കണ്ട് ചൂടാക്കിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഊലയിൽ നിന്ന് ചൂടാക്കി പഴുപ്പിച്ചെടുത്ത് രണ്ട് എഴുത്താണികൾ ഒരുമിച്ചൊപ്പം രണ്ട് ചെവി കൂടെ ശ്രോത്രയോ ഭസ്ത്രികാവാദാത്മാതശിഖി പ്രതാപിത ബൃഹന്നാരാജവദ്ദുസ്സഹം. അതിനേക്കാൾ ദുസ്സഹായിരുന്നു ബൃഹത്തായിരിക്കുന്ന നാരാജം. രണ്ട് വലുതായിട്ടുള്ള രണ്ട് എഴുത്താണികൾ പഴുപ്പിച്ച് ചെവിയിലേക്ക് രണ്ടും ഉറപ്പിക്കുമ്പോൾ ഇറക്കി തീർക്കുമ്പോൾ ഉണ്ടാവുന്ന ദുസ്സഹായിട്ടുള്ള അവസ്ഥാവിശേഷം വാഗ്രൂപേണ വർണ്ണിക്കാൻ വയ്ക്കുമോ? അങ്ങനെ വല്ലവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ചെയ്യാൻ പറ്റിയവർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? അത് വിചാരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഏറ്റവും കഠോരമായി തീർന്നു അദ്ദേഹത്തിൻ്റെ ആ ശ്രവണമുടങ്ങളിലേക്ക്. മോഹിന്യഭ്യുദിതം വചനം നിശമ്യ മോഹിനിയിങ്കൽ നിന്ന് ഉചിതമായിട്ടുള്ള വചനത്തെ നിശമനം ചെയ്തപ്പോൾ ശുദ്ധ്യൽ ഗാത്രം ശുദ്ധത്തായി തീർന്നു. വല്ലാതെ കണ്ട് കുട്ടുകുട്ട് വിയർത്തു വല്ലാതെ കണ്ട് മോമുഹ്യമാനേ നൃപേ മോമുഹ്യമാനേ നൃപൻ മോമുഹ്യമാനനായിരിക്കുന്ന സമയത്തിങ്കൽ മോഹാരസത്തോടു കൂടിയവനായി തീർന്നു. പെട്ടെന്ന് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെയല്ല, ഒക്കെ ഒരുമിച്ച് ഒപ്പമുണ്ടായി. വിയർക്കുന്നു, രണ്ട് ചെവി ഇരിക്കുമ്പോൾ